സഭകളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി മാത്രമാണോ ബി ജെ പിയുമായിട്ട് ഇവർ കുറേ നിരന്തരമായിട്ട് ഒട്ടി നിൽക്കുന്നത്? ഇപ്പം കേസരി RSS മുഖപത്രം കേസരിയിൽ സഭകൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്ന ലേഖനം വന്നിരിക്കുകയാണ്. അതായത് ഈ FCRA ഭേദഗതി ബില്ല്, ഇതിനെതിരെ സഭകളും മെത്രാന്മാരൊക്കെ ഉറഞ്ഞു തുള്ളി അനാവശ്യ കാര്യങ്ങളുടെ പുറത്ത് ആക്രമണങ്ങൾ BJP നടത്തുന്നു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നൊക്കെയാണ് ഈ കേസരിയിൽ പറയുന്നത്. അപ്പോൾ ഈ BJP ഈ ക്രൈസ്തവ ഭവനങ്ങൾ, ക്രൈസ്തവ കേന്ദ്രങ്ങളിലൊക്കെ നടത്തുന്ന ഈ ഔട്ട്റീച്ച് ഉണ്ടല്ലോ, അത് ഉപേക്ഷിക്കുക എന്നതാണോ ഇനിയുള്ള നിലപാട് RSS? അങ്ങനെ നിർബന്ധമില്ല. കാരണം ഇപ്പോൾ BJPക്ക് അങ്ങനെ ഒരു ഔട്ട്റീച്ചിന് സ്കോപ്പുണ്ട്, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് സ്കോപ്പുണ്ട്. അവർക്ക് വീടുകളിലൊക്കെ പോകാം, അവർക്ക് ക്രൈസ്തവ സഭയായിട്ട് സംസാരിക്കാം, അവർക്ക് പള്ളിയിൽ അച്ഛന്മാരായിട്ട് സംസാരിക്കാം, ക്രൈസ്തവ മത നേതാക്കന്മാരായിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാം. അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു മറുവശം അതിനെ സംബന്ധിച്ചുണ്ട്. അതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രൈസ്തവ സഭയും ക്രിസ്ത്യാനികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എനിക്ക് തീർത്ത് പറയാൻ സാധിക്കും. കേരളത്തിലെ ബിഷപ്പുമാർക്കും സഭാ മേലധ്യക്ഷന്മാർക്കും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങളായിട്ട് പോലെ ബന്ധം പോലുമില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ 1954 വഖഫ് നിയമം വന്നത്. ഫസ്റ്റ് അമെൻമെൻറ്റ് വന്നത് 1994 സെക്കൻഡ് അമെൻമെൻറ്റ് വന്നത് 2013 ഈ 2013 ശേഷം 2014 തെരഞ്ഞെടുപ്പ് വന്നല്ലോ. 2013 പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വഖഫ് നിയമത്തെക്കുറിച്ച് കേരളത്തിലെ ബിഷപ്പുമാർക്ക് അറിഞ്ഞൂടെ? അറിയാലോ. ഇവിടുത്തെ ആലഞ്ചേരി പിതാവിനടക്കമുള്ളവർക്കൊക്കെ അറിയാലോ. അവരെന്ത് നിലപാടിൽ സ്വീകരിച്ചത്? അവരൊക്കെ ആ സമയത്ത് എറണാകുളത്തും കേരളത്തിലും മുഴുവനുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഇലക്ഷൻ്റെ ഏജന്റുമാരായിട്ട് പണിയെടുക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ശരിക്കത്. ദുരിതം അനുഭവിച്ചത് പാവപ്പെട്ട മുനമ്പത്തെ ആളുകളാണ്. 610 കുടുംബങ്ങളാണ്. 2014, 2019, 2024 ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തൊക്കെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാര്, പള്ളിയിലെ പാതിരിമാരായിരിക്കുന്ന ആളുകൾ, അവരൊക്കെ നടന്ന് ഇവരുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു വിജയത്തിന് വേണ്ടി നടക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സഭാ നേതൃത്വത്തിന് ഇതിൽ നിന്ന് നക്കാപ്പിച്ച കിട്ടും. ഈ പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സാധാരണ ക്രിസ്ത്യാനിയുടെ പ്രശ്നമല്ല. സാധാരണ ക്രിസ്ത്യാനിക്ക് വഖഫ് നിയമം വരുന്നത് ക്രിസ്ത്യാനിക്കെതിരാണ്. അവരുടെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് തീരുമാനിച്ചാൽ അത് വഖഫ് ഭൂമി അവരുടെ ഇതാകും, അവർ തെരുവിലാകും. അതുകൊണ്ടാണ് കുടുംബമില്ലാത്ത 610 വീട്ടുകാർ ഇറങ്ങിയത്. ഈ പള്ളിയിലച്ചന്മാർക്ക് അറിയില്ലായിരുന്നു വിവരം? അറിയാമായിരുന്നല്ലോ. ഇത് മാത്രമല്ല, പള്ളിയിലച്ചന്മാരെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പള്ളിയിലച്ചന്മാരെ കുറിച്ച് വേറെന്ന് പറയാറുണ്ട്. ഈ പുരോഹിതന്മാർക്കൊന്നും സത്യത്തില് ഈ സഭയിലുള്ള ഇവരുടെ പ്രശ്നം ഇവർക്ക് തിരിച്ചറിയില്ല. ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് അൾത്താരാഭിമുഖം വേണോ, ജനാഭിമുഖം വേണോ, കുർബാന എന്ന് ഇവര് വലിയ ഒരു പരിപാടി നടത്തിയത്. എന്തിനുവേണ്ടി ഇവർ നടത്തിയത്? ഇവരെന്തിനു വേണ്ടി കുർബാന വേണ്ടിയിട്ടുള്ള 2 വിരുദ്ധ ചേരികളായിട്ട് നിന്നുകൊണ്ട് സമരം നടത്തിയതിന് വേണ്ടിയിട്ടാണ്. ഇത് അഭിമുഖം വേണോ അല്ലെങ്കിൽ ജനാഭിമുഖം വേണോ? ഇത് ക്രിസ്ത്യാനിയുടെ പ്രശ്നമല്ല. സാധാരണ ക്രിസ്ത്യാനിക്ക് ഇവര് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലിച്ചാലും അവർ ചൊല്ലാൻ വേണ്ടി തയ്യാറാണ്. പക്ഷെ അങ്ങനെയല്ലോ സഭാ മേലധ്യക്ഷന്മാർ നടത്തിയത്. സഭയിലെ മേലധ്യക്ഷന്മാര് ചേരി തിരിഞ്ഞ് ഒരു സമരം നടത്തുകയായിരുന്നു. അവർക്ക് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ? അവരുടെ സ്വാർത്ഥപരമായിരിക്കുന്ന അവരുടെ ഭൂമി ഇടപാടുകളിൽ നിന്ന് അവർ സംഭരിച്ച കോടിക്കണക്കിന് ഉറുപ്പിയെ കുറിക്കുന്ന ചർച്ച ഒഴിവാക്കണം. കേസരിയുടെ ലേഖനത്തിൽ പറയുന്നതാണ്, സഭകൾ എന്നാണ് BJPയെ പിന്തുണച്ചിട്ടുള്ളത്. ഇല്ലാത്ത ആക്രമണങ്ങളുടെയും ചെയ്യാത്ത കുറ്റത്തിൻ്റെയും പേരിൽ സഭകൾ BJPയെ കുരിശിൽ തറച്ചു. താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഭകൾ BJPയോട് ഒട്ടി നിന്നു. അതിനുശേഷം രഹസ്യമായി കുത്തുന്ന നിലപാടാണ് സഭകൾ സ്വീകരിച്ചത്. സുവിശേഷ പ്രവർത്തനം എന്ന പേരിൽ മതപരിവർത്തനം ഇവർ നടത്തുന്നു, സഭകൾ വിരട്ടുന്നു, ഇങ്ങനെയൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു ക്രിസ്ത്യൻ പാർട്ടിയായിട്ട് BJP മാറിത്തീരുന്നു എന്ന ആരോപണം നിലവിൽ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിനെ അങ്ങനെ മാറ്റി തീർക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്, നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ ഇത് രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ളൊരു നീക്കം കൂടിയാണ്. അല്ല, അങ്ങനെ വരണമെന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ പറയുന്നത് സംഘപരിവാറിൽ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവർക്കൊരു നയം സ്വീകരിക്കാം, ഹിന്ദു ഐക്യവേദിക്ക് വേറെ നയം സ്വീകരിക്കാം, കേസരി ദിനപത്രത്തിന് വേറെ നയം സ്വീകരിക്കാം. അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി BJP എന്നുള്ള പേരിട്ടാൽ പോരായിരുന്നോ? അപ്പം അങ്ങനെയല്ലോ പറയുക. അതിന് ഹിന്ദു ഐക്യവേദി എന്ന് വിളിക്കും, അതിന് ഭാരതീയ മസ്ദൂർ സംഘം എന്ന് വിളിക്കും, അതിന് കേസരി വാരിക എന്ന് വിളിക്കും, മറ്റേ കുരുക്ഷേത്ര പുസ്തക പ്രകാശനം എന്ന് വിളിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ തൊഴിലാണ്. ആ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് BJPക്ക് മാത്രമല്ല.
BJPക്ക് ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിലാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ ഇഷ്യൂ വരുന്നത്. അവർ ക്രിസ്ത്യൻ വീടുകളിൽ പോയിക്കോട്ടെ, എന്ത് വിരോധം? അവർക്ക് പോകാൻ അധികാരം ഉണ്ടെങ്കിൽ അത് അത്തരം പ്രവൃത്തികൾ തെറ്റാണെന്ന് പറയാൻ മറ്റുള്ളവർക്ക് അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ബിഷപ്പുമാര്, ഈ പറയുന്ന അച്ഛന്മാര് ക്രൈസ്തവ വിരുദ്ധരാണ്. എനിക്ക് ഒരു കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് ഒട്ടും സംശയം എന്നെ സംബന്ധിച്ചില്ല. ഞാൻ നിരവധി തെളിവുകൾ നേരത്തെ വേണ്ടി പറയാം. ക്രിസ്ത്യാനികളുടെ ഏത് പ്രശ്നത്തിലാണ് കേരളത്തിൽ ബിഷപ്പുമാരുണ്ടായിട്ടുള്ളത്? ഒരു പ്രശ്നത്തിലും ഉണ്ടായിട്ടില്ല. മറിച്ച് അവർ ചെയ്യുന്നത്, ഇപ്പൊ ഞാനൊരു ഒരു പഴയ ഒരു സഭാ വക്താവിന്റെ പ്രസ്ഥാനം ഇന്നിപ്പോൾ വായിച്ചുള്ളൂ. അയാൾ പറഞ്ഞത് ഞങ്ങൾ സ്വത്തുക്കളൊന്നും കൂട്ടിവെക്കാറില്ല. ഇയാൾ ആരെ പറഞ്ഞു പറ്റിക്കുന്നത്? സഭാ വക്താവ്. ക്രൈസ്തവ സഭയുടെ കേരളത്തിലെ സ്വത്തുക്കളുടെ കണക്കൊന്നും എടുക്കട്ടെ, കോടിക്കണക്കിന് റുപ്യയല്ലേ. എങ്ങനെ കോടിക്കണക്കിന് റുപ്യ സ്വത്ത് വന്നത് എങ്ങനെയാണ്? എറണാകുളത്തൊക്കെ തന്നെ എനിക്കറിയാവുന്ന കോളേജുകളുണ്ടല്ലോ. കോളേജുകൾ ഭൂമി ആര് കൊടുത്തതാണ്? ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലത്ത് ബ്രിട്ടീഷ് സർക്കാർ സ്വാധീനം ചെലുത്തിയിട്ട് അക്കാലത്തുണ്ടായിരുന്ന കൊച്ചി രാജാവിന്റെയും തിരുവിതാംകൂർ രാജാവിന്റെയും ഒക്കെ സ്വാധീനം ചെലുത്തി ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഉണ്ടാക്കിയുള്ള സ്വത്തുക്കളാണ് ഇവര് അധ്വാനിച്ച സ്വത്തൊന്നുമില്ല. അതുകൊണ്ടാണ് അധ്വാനിക്കാതെ സ്വത്തുണ്ടാക്കിയതിന്റെ പേരിലാണ് ഇവരൊക്കെ സ്വത്തിന്റെ പുറത്ത് കയറിയിരിക്കുന്നത്. പള്ളിയിൽ അച്ഛന്മാരും കന്യ സ്ത്രീകൾ അടങ്ങുന്നത് കേരളത്തില് എനിക്ക് നമ്പർ കൃത്യമായിട്ട് അറിയില്ല, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇവർക്ക് ശമ്പളം മേടിക്കുന്ന എവിടെന്നാ? ശമ്പളം മേടിക്കുന്ന സർക്കാർ കൊടുക്കുന്ന ശമ്പളമാണ്. ഏതിന്റെ പേരില? അധ്യാപനത്തിന്റെ പേരില്. എവിടത്തെ അധ്യാപകരാണ്? ഇവർക്ക് ആരാ ഡോക്ടറേറ്റ് കൊടുത്തത്? വത്തിക്കാനിൽ നിന്നാണ്. വത്തിക്കാനിലെ യൂണിവേഴ്സിറ്റിയാണല്ലോ ഇവരുടെ ഡോക്ടറേറ്റ്. ഇവരുടെ യഥാർത്ഥ ഡോക്ടറേറ്റ് ഇവർ ഏതെങ്കിലും കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ എഴുതി ഇവർ പാസ്സാവുമോ? ഒരു തരവും ഇവർക്ക് പാസ്സാവാനില്ല. മറിച്ച് ഇവരുടെ വിദ്യാഭ്യാസ ബില്ല് 1957 വിദ്യാഭ്യാസ ബില്ലുണ്ട്. ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന ബില്ലാണ്. ആ ബില്ലിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാന്ന ലേഖനം എഴുതിയത് 1958 EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ദേശാഭിമാനി വാരികയില് പത്രത്തില് സമാനമായിട്ടുള്ള ലേഖനം വന്ന് C അച്യുതൻ എഴുതിയല്ലോ. അന്നത്തെ ധനാര്യ വകുപ്പ് മന്ത്രിയാണ് അച്യുതൻ. ഞങ്ങൾക്ക് ബില്ലായിട്ട് യാതൊരു ബന്ധവുമില്ല. മറിച്ച് ഈ ബില്ലെന്ന് പറയുന്നത് മുണ്ടശ്ശേരി മാഷും ക്രൈസ്തവ സഭയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ പേരിലുണ്ടായിട്ടുള്ള ബില്ലാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നാം ഇതെല്ലാം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞത്. ഏറ്റെടുക്കലല്ല പ്രശ്നം. ഈ പറയുന്ന നിയമനം ക്രൈസ്തവ സഭകളെ ഏൽപ്പിക്കുകയും കൈക്കൂലി വാങ്ങിക്കാനുള്ള അവകാശം ക്രൈസ്തവ സഭകളെ ഏൽപ്പിക്കുകയും മറിച്ച് ശമ്പളം മുഴുവൻ സർക്കാർ കൊടുക്കുക. പള്ളിയിൽ അച്ഛന്മാരായിരിക്കുന്ന ആളുകൾ ഏകദേശം 1,00,000 വരും. പള്ളിയിൽ അച്ഛന്മാരും അമ്മമാരുമായിരിക്കുന്ന ആളുകൾ ഒരു ക്ലറിക്കൽ ടെസ്റ്റ് എഴുതിയ പാസ്സാവാൻ സാധിക്കാത്ത ആളുകളാണ് ഇവിടെ അധ്യാപകരായിട്ട് വന്നിരിക്കുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്തതില് കേരളത്തിലെ ക്രൈസ്തവ പാതിരിമാർക്ക്, ബിഷപ്പുമാർക്ക്, അമ്മമാർക്ക് വലിയ പങ്കുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവർ യഥാർത്ഥ വിദ്യാഭ്യാസമുള്ളവരല്ല. ഇവര് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണക്കൊന്നും എടുത്തു നോക്ക്. ഞാൻ സ്ഥാപനങ്ങളെ പറയുന്നില്ല. മൊത്തം കേരളത്തിൽ 15,000-ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 50% കേരളത്തിൽ ക്രൈസ്തവ സഭയുടെയാണ്. ആ സഭയുടെ മേലധ്യക്ഷന്മാരാണ് ആളെ നിയമിക്കുക. ഇതെല്ലാം കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് നിയമിക്കുന്നത്. കുറെ ആളുകൾ ഇവരുടെ പള്ളിയിലെ അച്ഛന്മാരായിട്ടും അമ്മമാരായിട്ടും വരുന്ന ആളുകൾ നിയമിക്കും. അവരെല്ലാം ശമ്പളത്തിന്റെ ലിവി എന്നുള്ള പേരിൽ 70%, 80% കന്യാസ്ത്രീകളുടെ പണം വാങ്ങിക്കുന്ന ഈ പറയുന്ന സഭയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരല്ലാന്ന് ഇവരെന്ന് പറയട്ടെ. അച്ഛന്മാർ എത്ര പണം കൊടുക്കുന്നതിന് കണക്കൊന്നും ഇവരെന്ന് പറയട്ടെ. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ കന്യാസ്ത്രീകള് ഇടയ്ക്കിടയ്ക്ക് കൊല ചെയ്യപ്പെടുന്നുണ്ടല്ലോ. എന്താ കൊല ചെയ്യപ്പെടാനുള്ള കാരണം? എന്താ കാരണം? കൃത്യമായിട്ട് അവർ അവിഹിതമായിട്ട് ഇവരെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ പേരിലാണ്. ആ കേസുകൾ പ്രതിയായ ആ കേസില് ഒരിക്കലും കേരളത്തിലെ RSSകാരനോ BJPക്കാരനോ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലല്ലോ, സഭയെ എതിർക്കുന്നവരല്ലല്ലോ. മറിച്ച് കൊലപാതക കേസില് ഏറെ പങ്കാളികളായിട്ട് വരുന്നത് കേരളത്തിലെ പള്ളിയിലെ അച്ഛന്മാരാണ്. ഇതൊക്കെ ചരിത്രം മാത്രമല്ല, ഇന്ന് നടക്കുന്ന സംഭവം കൂടിയാണ്. ഇപ്പൊ ഞാൻ പറയില്ല, ഇപ്പൊ കോട്ടയത്ത് കന്യാസ്ത്രീകളെ അനുപമ അടക്കമുള്ള ആളുകളുടെ പരാതി ഉണ്ടല്ലോ. ആര് ബലാത്സംഗം ചെയ്യുന്നു, ആര് അവിഹിത വീഴ്ച നടത്തുന്ന ആരോട് ഉന്നയിക്കുന്നത്? ജലന്ധറിലെ പിതാവാണ്. ഇയാളെങ്ങനെ പിതാവായത്? ഇയാളെങ്ങനെ പിതാവായത്? എനിക്ക് മനസ്സിലാവാത്ത ഭാഷയാണ്. ഇവര് ഫാദർ എന്നുള്ള പേരാണ് ഉപയോഗിക്കുന്നത്. ഇവരെന്താ ഫാദർ എന്നുള്ള മലയാളത്തിൽ ഇവരെന്താ വിളിക്കുന്നത്? ക്രിസ്ത്യാനികൾ എന്താ വിളിക്കുന്നത്? അച്ഛൻ എന്നാ വിളിക്കുന്നത്. അച്ഛന്റെ ഇംഗ്ലീഷ് എന്താ? ഫാദർ എന്നാണോ? അല്ല, അച്ഛന്റെ ഇംഗ്ലീഷ് വരുന്നത് അങ്കിൾ എന്നാണ് അർത്ഥം വരുന്നത്. ഈ പറയുന്ന പിതാക്കന്മാരെന്ന് പറയുന്ന പരമ ഫ്രോഡുകളായിരിക്കുന്ന ആളുകള് ഈ പറയുന്ന സാധാരണ ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും പറഞ്ഞു പറ്റിക്കുകയാണ്. ക്രിസ്തുവിന്റെ പാതയല്ലേ ഇവർ പിന്തുടരുന്നത്? അല്ല, ഇവര് പൗലോസിന്റെ പാതയാണ്. പൗലോസ് യേശുക്രിസ്തുവിനെതിരായിരുന്നു. അല്ല, യേശുക്രിസ്തു ക്രിസ്ത്യാനായിരുന്നു. യേശുക്രിസ്തു ജൂതനായിരുന്നു. ആ ജൂതനായിരുന്നു യേശുക്രിസ്തുവിന് ജീവിച്ചിരുന്ന കാലത്ത് എതിരായിരുന്ന പൗലോസിന്റെ പാത പിന്തുടരുന്നവരാണ് കേരളത്തിലെ ക്രിസ്ത്യൻ പാതിരിമാര്. ക്രിസ്തു കുരിശിലേറ്റതിനു ശേഷമാണ് ക്രിസ്ത്യാനിറ്റി പോലും രൂപപ്പെട്ടത്. അതുപോട്ടെ, ആ ഇദ്ദേഹത്തിനെ കുരിശിലേറ്റുന്നതിന് അനുകൂലിക്കുന്ന ആളുകളാണ് പൗലോസ് അടക്കമുള്ള ആളുകള്. ജീസസിനെതിരായിരുന്നു ഇവര്. ആ ജീസസിനെതിരായിരുന്ന പൗലോസിന്റെ
നയപരിപാടികളെ ആവിഷ്കരിച്ച് അതിന് പൗലോസിന്റെ ബൈബിൾ ഉണ്ടാക്കിയ ആളുകളാ കേരളത്തിലെ പള്ളിയിലെ അച്ഛന്മാര്, കേരളത്തിലെ ബിഷപ്പുമാര്. വെറുതെ അതൊന്നും നമ്മളെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വിവരമില്ലാത്ത സാധാരണ ക്രിസ്ത്യാനികളെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചാൽ മതി. ഞാൻ വേറെ ഒന്നും കൂടി പറയട്ടെ, കേരളത്തിൽ പള്ളിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? ഇപ്പൊ ഹിന്ദുക്കളെ ദേവസ്വം ബോർഡാണ്, എഗ്രി ചെയ്തു, സമ്മതിച്ചു. മറ്റൊക്കെ വത്തിക്കാനിലെ അവകാശികള് ഇവിടുന്ന് ഭണ്ണാരം പൊട്ടിക്കുന്നവരാണ്, ഇവിടുത്തെ അച്ഛന്മാരല്ലേ. ഇപ്പൊ എടപ്പള്ളിയിലെ പള്ളിയിലേക്ക് അച്ഛന്മാരൊക്കെ രാത്രി പിടിച്ചല്ലോ നാട്ടുകാര്. അതായത് വത്തിക്കാനിലെ അജണ്ടയാണ് ഇവിടെ നടപ്പാക്കുന്നതെന്നാണോ? വത്തിക്കാനിലെ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ഭണ്ണാരങ്ങൾ പൊട്ടിച്ച് കോടികൾ സമ്പാദിക്കുന്ന ആളുകൾ കേരളത്തിലെ അച്ഛന്മാരാണ്, കേരളത്തിലെ ബിഷപ്പുമാരാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇവിടെ എറണാകുളത്ത് എന്താ ആലഞ്ചേരി പിതാവും മറ്റേ ഇയാൾ പോൾ തലക്കാടിനും തമ്മിൽ തർക്കം എന്താ? പോൾ തലക്കാടിനെ ബിഷപ്പാക്കിയില്ല, എഗ്രീഡ്. രണ്ടാമത്തെ പ്രശ്നം എന്താ ഉള്ളത്? 28 കോടിക്ക് മറ്റൊരു സ്ഥലം വിറ്റു, 10 കോടി കണക്കി കാണിച്ചുള്ളൂ, 18 കോടി സ്വാഹ. നമുക്കറിയാം തൃശ്ശൂരിലൊക്കെ കൊരട്ടിമുത്തിക്ക് സ്വർണ്ണ കിരീടം കൊടുക്കാനായിട്ട് സുരേഷ് ഗോപി പോകുന്നു. വലിയ സ്നേഹം അവരോട് കാണിക്കുന്നു, കേക്കുമായിട്ട് ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് സന്ദർശിക്കുന്നു. ഇതൊക്കെ ഫ്രോഡാണോ? എനിക്ക് ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് പലതും ചെയ്യാം. ഞാൻ രാഷ്ട്രീയപരമായിട്ട് ചെയ്യുന്നതിനെ ഒന്നും എതിർക്കുന്നില്ല. ഇപ്പൊ BJPയോ കോൺഗ്രസോ CPM ഒക്കെ രാഷ്ട്രീയപരമായിട്ട് അവനവന് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷേ സത്യമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഈ സത്യമായിട്ട് നിലനിൽക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാദർ എന്ന് വിളിക്കുന്നത്, പള്ളിയിൽ അച്ഛനെ വിളിക്കുന്നത്, ഒരു അച്ഛൻ എന്നാണ് വിളിക്കുന്നത്, അയാളെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ഇത് തട്ടിപ്പല്ലേ ഇത്? ഇങ്ങനെ തട്ടിപ്പുകൾ നടത്താമോ? ഇങ്ങനെ തട്ടിപ്പുകൾ നടത്തിയിട്ട് സോപ്പും ജീപ്പും കണ്ണാടിയും കൊടുത്ത ആളുകൾ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും ഛത്തീസ്ഗഡിലേക്കും ജാർഖണ്ഡിലേക്കും ഉത്തർപ്രദേശിലേക്കും ബീഹാറിലേക്കും ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ കരുത്തിട്ട ആണുങ്ങളുണ്ട്. അവർ ചോദ്യം ചെയ്യുന്ന സ്ഥാനത്തെ അവരിവരെ പിടിക്കുവര്. ഇത് അനുവദിക്കില്ല. ഈ പറയുന്ന വിദേശ ഫണ്ട് വരുന്നത് അത് മതപരിവർത്തനത്തിന് വിനിയോഗിക്കേണ്ടതാണോ? അത് വിദ്യാലയത്തിന് വിനിയോഗിക്കേണ്ടതാണോ? അത് ആശുപത്രികൾക്ക് വിനിയോഗിക്കേണ്ടതാണോ? ആശുപത്രികൾക്ക് ആണെന്ന് കണക്ക് രേഖകളില്ലല്ലോ. ഇവർ കണക്കിൽ രേഖ കൊടുത്താൽ പോരെ? ഇവർക്ക് എന്താ കണക്ക് കൊടുക്കാൻ മടി എന്താ ഉള്ളത്? ഈ പറയുന്ന അച്ഛന്മാര് കന്യാസ്ത്രീകളും അല്ലെങ്കിൽ ഇവരാരും കണക്കുകൾ കൊടുക്കാൻ തയ്യാറില്ലല്ലോ. കണക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ഇരിക്കുന്ന ഭൂമി, ഇവരുടെ വിദ്യാലയങ്ങളുടെ ഭൂമി, ഇവരുടെ കോളേജുകളുടെ ഭൂമി, ഇവരുടെ ആശുപത്രികളുടെ ഭൂമി ഇവർ പണം കൊടുത്ത് വാങ്ങിച്ചതാണോ? രാജ്യത്തിന്റെ അഖണ്ഡത, രാജ്യത്തിന്റെ സുരക്ഷ, സാമൂഹിക ഐക്യം ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ FCRA ഭേദഗതി ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് കേന്ദ്രമന്ത്രിയൊക്കെ പറയുന്നത്. അപ്പം ക്രിസ്ത്യാനികളെ രാജ്യസ്നേഹികളാക്കുക അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷങ്ങളെ രാജ്യസ്നേഹികളാക്കുന്നതിന്റെ ഭാഗമാണോ ഇത്? ഇതങ്ങനെ വരുന്നല്ലോ. FCRA നിയമം വരുന്നത് ക്രിസ്ത്യാനിക്ക് വേണ്ടി വല്ല നിയമം പ്രത്യേകിച്ചുണ്ടോ? അതിൽ ഹിന്ദുവായിട്ടുള്ള അമൃതാനന്ദ വിഷയം ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരാരും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇസ്കോണിനെ ബാധിക്കുന്നുണ്ട്, അവരാരും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈശ ഫൗണ്ടേഷൻ ഉണ്ട് കോയമ്പത്തൂര്, അവരാരും മിണ്ടുന്നില്ല. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുണ്ട്, അവരും മിണ്ടുന്നില്ല. ആകെ മിണ്ടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കോടികൾ വരുന്നു എന്ന് ധരിച്ച് അതിന്റെ പേരിൽ സ്വന്തം കീശ വീർപ്പിക്കാൻ ശ്രമിക്കുന്ന ചില മതമേലധ്യക്ഷന്മാരുണ്ട്. അവർക്ക് മാത്രമാണ് പ്രശ്നം, അല്ലാണ്ട് ക്രിസ്ത്യാനിക്ക് ഇത് പ്രശ്നമല്ല. കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഇത് വിഷയമേ ആക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ക്രിസ്ത്യാനി ഇത് വിഷയമാക്കിയിട്ടില്ല. മതമേലധ്യക്ഷന്മാരുടെ വിഷയമാണത്, മതപുരോഹിതന്മാരുടെ വിഷയമാണ്. ആ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ പറയുന്നുണ്ട്. എല്ലാ മതപുരോഹിതന്മാരും, അത് ഹിന്ദു ആയാലും കൊള്ളാം, ക്രിസ്ത്യാനി ആയാലും കൊള്ളാം, മുസ്ലിം ആയാലും കൊള്ളാം, 3 പേരും ഒരമ്മയുടെ മക്കളാണ്. അല്ല, പക്ഷേ നമുക്കിപ്പം ഈ നിലവിൽ BJPക്കുള്ളൊരു വോട്ട് ഷെയർ അതിൽ ക്രിസ്ത്യാനികളുടെ വോട്ടും കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് ആയിരിക്കാം. ഇപ്പം NDAയുടെ ഭാഗമാകുന്നു 2020, അവർക്ക് നിരവധി സീറ്റുകൾ കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഐക്യത്തിൽ പോകുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള സമീപനങ്ങൾ, നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കട്ടെ? എനിക്കും അതൊന്നും തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ നയം വ്യക്തമാക്കണം എവിടെയാണെങ്കിലും. ഇപ്പോൾ BJP സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണെങ്കിൽ, ഇപ്പം ഞാൻ രാഷ്ട്രീയക്കാരനല്ല, എനിക്കിതിനകത്തൊരു നയമുണ്ട്, എനിക്കൊരു അഭിപ്രായമുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയാൻ തയ്യാറാവും. കാരണം അല്ലാതെ കൊണ്ട് BJPക്ക് വോട്ട് ചെയ്തു എന്നുള്ളതിന് പേരിൽ കേരളത്തിലെ ക്രൈസ്തവ സഭ അവർ മുഴുവൻ ക്രിസ്ത്യാനികളെ പിന്താങ്ങുന്നതിനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് എതിരാണ് ക്രൈസ്തവ സഭ, എതിരാണ്. എനിക്ക് നിരവധി ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എതിരാന്ന് പറയുന്നത് മടിക്കേണ്ട ആവശ്യം എന്നുള്ളത്. അത് എതിരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന സഭാമേലധ്യക്ഷന്മാർ പറയുന്നതാണ് ക്രിസ്ത്യാനിയുടെ നയമെന്ന് നമ്മൾ ധരിക്കും. ക്രിസ്ത്യാനിയുടെ നയം അതല്ല. ക്രിസ്ത്യാനി കേരളത്തിൽ ഇപ്പം ഞാൻ വേറൊന്ന് പറയട്ടെ, കേരളത്തിൽ ഒരേ വീട്ടിൽ തന്നെ എല്ലാവരും ഒന്നിച്ച് താമസിച്ചിരുന്നല്ലോ. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും
അതിനില്ലായ്മ ചെയ്താരാ? ഉദയംപേര് സുനഹദോസാണ്. ആരാ ഉദയംപേര് സുനഹദോസിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? നമ്മുടെ പോർച്ചുഗീസുകാരനായിട്ടുള്ള മിഷണറിയാണ്. ഞാനല്ലേ പേരിയെ മറന്നുപോയി. ഒരു ബിഷപ്പാണ്. ഈ ബിഷപ്പ് അങ്കമാലി സെൻറ്ററായിട്ട് വർക്ക് ചെയ്തു. അയാൾ വന്നുകൊണ്ട്, അയാൾ ഗോവയിൽ നിന്ന് വന്ന ആളാട്ടോ. അയാൾ ഗോവയിൽ നിന്ന് വന്ന് അങ്കമാലിയിൽ ബിഷപ്പായിട്ട് അയാൾ കൊണ്ടുവന്നിട്ടുള്ള കരടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദയംപേര് സുനഹദോസ് ഉണ്ടാക്കുന്നത്. ആ ഉദയംപേര് സുനഹദോസ് കൊണ്ടാണ് ഓരോ ആളുകളും കാനോൻ നിയമപ്രകാരം മതാടിസ്ഥാനത്തിൽ ചിന്തിക്കണം, പ്രവർത്തിക്കണം, ജീവിക്കണമെന്ന് തീരുമാനിച്ചത് ഈ പറയുന്ന ബിഷപ്പാണ്. അതായത് കേരളത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്, മതപരമായി നിയന്ത്രിക്കുന്നത് ഈ സഭ എന്ന് പറയുന്ന തലപ്പത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ ഇതിന്റെ അടിമകളാണെന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനികൾ അടിമകളല്ല. ക്രിസ്ത്യാനികൾ ഇവർ കേൾക്കുന്നില്ലപ്പാ. ഇപ്പൊ ഈ പറയുന്ന ബിഷപ്പോ ദുഷിപ്പോ ആരാണെങ്കിലും ഇവർ പറയുന്നത് ഇവിടെ ആരെ കേൾക്കുന്നത്? ഇവർക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവര് പ്രസംഗിച്ചോട്ടെ, ഇവര് പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാൻ പറയല്ലേ, ഈ സ്വത്തുക്കൾ മുഴുവൻ ഉണ്ടാക്കി ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ ആളൊക്കെയാണ് സ്വന്തമായിട്ട് ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കുന്ന ആളുകളാണ്. അത് ലോ ഹിറ്ററാണല്ലോ ചെയ്തത്. ലോ ഹിറ്റർ ചെയ്തുള്ള കലാപരിപാടിയാണല്ലോ ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കുക. ആ പരിപാടിക്കൂടെ വേറെ ആരുണ്ടാക്കിയിട്ടുള്ളത്? ഹിന്ദുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? മുസ്ലിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ എതിർത്തൊക്കെ പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരുണ്ടാക്കിയിട്ടുണ്ടോ? അവരാരും ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കിയിട്ടില്ല. ആ ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൗലോസിന്റെ പാരമ്പര്യക്കാർക്കാണ് സാധിക്കുക.